നമസ്കാരം. അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്കോ ബാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ടുള്ള ചേരുവകളൊന്നും ആവശ്യമായിട്ടില്ല. വേറെ 2 ചേരുവകൾ കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോ ബാർ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ചോക്കോ ബാർ തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഒരു 1/4 ഭാഗത്തിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനകത്തോട്ടേക്ക് ഒരു സ്റ്റീലിൻ്റെ ബൗളോ അതില്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബൗളോ ഇതുപോലെ അങ്ങ് ഇറക്കി വെക്കുക. ഫ്ലെയിം വന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അതിനുശേഷം ഈ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഗാലക്സിയുടെ ഡാർക്ക് ചോക്ലേറ്റ് ഒരു 6 സ്ലൈസ് വരുന്ന രീതിയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡയറി മിൽക്കോ ഗാലക്സിയോ നിങ്ങളുടെ കയ്യിൽ ഏത് ചോക്ലേറ്റ് ആണോ ഉള്ളത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കുറച്ച് നല്ല ലൂസായിട്ട് വരുന്ന ആ ഒരു പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു പേപ്പർ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്നതാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ ഗ്ലാസ്സിനകത്ത് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഡയറക്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. അപ്പോൾ പേപ്പർ ഗ്ലാസ് ആണെങ്കിൽ ഇതുപോലെ തന്നെ ചോക്ലേറ്റ് മുഴുവനായിട്ട് എല്ലാ സൈഡിലും വരുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക. സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിൽ അലുമിനിയം ഫോയിൽ എല്ലാ സൈഡിലും ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒഴിച്ച് സെറ്റ് ചെയ്തെടുത്താൽ മതി. മുഴുവൻ ചോക്ലേറ്റും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് എടുത്തതിന് ശേഷം ഗ്ലാസ് ഒന്ന് കമിഴ്ത്തിയിട്ട് ഇതിനകത്ത് അധികം വരുന്ന ചോക്ലേറ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ നോക്കുക. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് പാല് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതേ ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് പാലാണ് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പാല് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ 2 ഗ്ലാസ് പാല് തിളച്ചിട്ട് ഒരു ഗ്ലാസ്സായി വരുന്ന രീതിയിൽ, അതായത് കുറുക്കി എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്രീം അങ്ങനെയുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഈ ചോക്കോബാർ ഏറ്റവും ടേസ്റ്റിയായി കിട്ടും നമ്മൾ ഈ പാല് കുറുക്കിയെടുത്ത് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചെയ്തെടുക്കുന്നത് 500 ml പാലാണെങ്കിൽ അതൊരു 250 ml ആകുന്ന രീതിയിൽ വേണം നമ്മൾ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കളർ ചെറുതായിട്ട് ഇപ്പോൾ മാറിക്കണ്ടില്ല. ഇത് നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട്. കളർ ഒരു ചെറിയൊരു യെല്ലോ കളർ, ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ ഷെയ്ഡിലോട്ടേക്ക് മാറും. അപ്പോൾ ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റിൽ തന്നെ കുറച്ച് ബാക്കിയുള്ളത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറി മിൽക്ക് കൂടി ഞാൻ ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തിട്ടുള്ളത് മുഴുവനായിട്ട് പാലൊന്ന് ഒഴിച്ച് ചുറ്റിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അങ്ങ് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ അധിക സമയം നമ്മൾ വീണ്ടും കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചോക്ലേറ്റ് ഒന്ന് മിക്സായി കിട്ടുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ട് ചൂടാറണം. ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ബൗളിനകത്തോട്ടേക്ക് മാറ്റി നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒട്ടും ചൂടില്ല. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഡയറി മിൽക്കൊക്കെ ചേർക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ഇതിന് അത്യാവശ്യം നല്ല മധുരം തന്നെയുണ്ട്. ഇനി നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നാണെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ഒന്ന് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ എന്തായാലും അത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പർ ഗ്ലാസ് ഒരു 2 മിനിറ്റ് ഞാനൊന്ന് ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ല, ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഫ്രീസറിനകത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ റെഡിയായി കിട്ടും. അതിനുശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ചോക്കോബാറിൻ്റെ ആ ഒരു മിക്സ് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് ഒരു ഗ്ലാസ് മാത്രമേ റെഡിയായി കിട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഒരു 1/4 ഭാഗത്തിനടുത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി അലുമിനിയം ഫോയിൽ കയ്യിലില്ലാത്തവർക്ക് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഒന്ന് വെച്ച് ഒന്ന് ഫിക്സ് ചെയ്തെടുത്താൽ മതി. ചെറുതായിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക്, ഒരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റിക്ക് ഇതിനകത്തോട്ടേക്ക് നമുക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം നമ്മളിത് ഫ്രീസറിനകത്തോട്ടേക്ക് വെക്കുവാണ്. അപ്പോൾ ഫ്രീസറിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു 7 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. 7 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ഇതൊന്ന് സെറ്റായി കിട്ടും. ചോക്കോബാർ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് കറക്റ്റ് 9 മണിക്കൂറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 7 മണിക്കൂറായിട്ട് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ അത് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു 9 മണിക്കൂറിനടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പേപ്പർ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. സ്റ്റീലിൻ്റെ ഗ്ലാസ് ആണെങ്കിൽ നിങ്ങൾ ആ അലുമിനിയം ഫോയിൽ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തിട്ട് പുറത്തോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കിട്ടും. പക്ഷേ ഈ ഒരു എഡ്ജസ് ഒക്കെ ശരിക്കും നല്ല പ്ലെയിൻ ആയിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ പേപ്പർ ഗ്ലാസ് ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഇതിപ്പോൾ ചോക്ലേറ്റിൻ്റെ പീസസ് കുറച്ച് എക്സ്ട്രാ ആയിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാവുന്നതാണ് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ചോക്കോബാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.